പരിശുദ്ധമായ ഖുർആനിലെ 94-ാമത്തെ സൂറത്ത്, അതിനെപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. ഈ സൂറത്തിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ജോലി ചെയ്ത ഒരു പള്ളിയിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഈ സൂറത്തുമായി ഞാനൊന്ന് ചേർത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ അറിയപ്പെട്ട ഒരുപാട് മതപ്രഭാഷണ ഉസ്താദുമാരുണ്ട് അല്ലേ, പ്രസംഗിക്കുന്ന ഒരുപാട് ഉസ്താദുമാരുണ്ട്. അതിലറിയപ്പെട്ട ഒരാളാണ് അബൂ ഷമ്മാസ് ഉസ്താദ്. ആ ഉസ്താദ് ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു മഹല്ലിൽ ഈ പ്രഭാഷണത്തിന് വേണ്ടി വന്നപ്പോൾ ഭക്ഷണം കഴിക്കാനായി ഒരു വീട്ടിൽ വന്നു. ആ വീട്ടിൽ വന്നപ്പോൾ ഒരു ചെറിയ കുട്ടി അവരെ കണ്ടു. ആ കുട്ടിക്ക് സംസാരം ക്ലിയർ അല്ലായിരുന്നു. ആ സമയത്ത് ഈ അബൂ ഷമ്മാസ് ഉസ്താദ് ആ കുട്ടിക്ക് നൽകിയ ഖുർആനികമായ ഒരു മരുന്നുണ്ട്. അത്ഭുതകരമായ മാറ്റം ആ കുട്ടിക്കുണ്ടായി. അപ്പോൾ ആ ഉസ്താദ് പറഞ്ഞു കൊടുത്ത ഖുർആൻ പരമായ ആ മരുന്ന് ഏതാണെന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടം നിരവധിയാണ്. ഒരുപാട് തഫ്സീറുകളിൽ ഈ സൂറത്തിൻ്റെ നേട്ടങ്ങൾ നിരവധി പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തു ശറഹ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് അല്ലേ, അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്ത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടം എന്താണ്, ഈ സൂറത്തിൻ്റെ മഹത്വം എന്താണ്, ഈ സൂറത്ത് നമ്മുടെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും. പ്രത്യേകിച്ച് പരീക്ഷാ കാലമൊക്കെ വരികയാണ്. ഈ പരീക്ഷാ കാലത്ത് ഓരോ കുട്ടിയും മനഃപ്പാഠമാക്കി ഓതേണ്ട സൂറത്താണ് സൂറത്ത് ശറഹ്. കാരണം എന്താണെന്നൊക്കെ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. പരിശുദ്ധമായ സഫർ മാസം വിട പറയാൻ ഒരുങ്ങുകയാണ്. റബീഉൽ അവ്വൽ മാസം കടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് ശറഹ് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് റബീഉൽ അവ്വൽ മാസത്തെ സ്വീകരിക്കാം. കാരണം ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ഓതൽ നിത്യമാക്കേണ്ട ഒരു സൂറത്ത് കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആശ്വാസമായി അല്ലാഹു തആല ഇറക്കി കൊടുത്ത സൂറത്താണ്. അപ്പോൾ ഈ സൂറത്തിന്റെ മുഴുവൻ മഹത്വങ്ങളും നേടിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നു. അവസാനം വരെ കാണാൻ മറക്കല്ലേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യമുള്ള ദീർഘായുസ് തരട്ടെ. ഒരുപാട് പേര് നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ പടച്ചോനെ, ആരൊക്കെ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞോ? ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞവരുണ്ട്, സന്തോഷങ്ങൾ പറഞ്ഞവരുണ്ട്. ഞങ്ങളുടെയൊക്കെ വിഷമങ്ങൾ മാറ്റി സന്തോഷം തരണേ അല്ലാഹു. ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കി തരണേ റഹ്മാനെ. അല്ലാഹു മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ്. ഞങ്ങൾ ഓരോ ദിവസം കേൾക്കുന്ന ഒരുപാട് ഇൽമുകളുണ്ട്, ഓരോരോ കാര്യങ്ങളുണ്ട്, പുതിയ പുതിയ കാര്യങ്ങൾ. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നീ തരണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലാണ്. അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് പോകുന്നു. ഇതിനു മുമ്പ് ജോലി ചെയ്തത് എറണാകുളം ജില്ലയിൽ തന്നെ എടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വട്ടേക്കുന്ന മുട്ടാർ എന്ന് പറയുന്ന ഒരു പള്ളിയിലാണ്. അപ്പോൾ അവിടെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു നബിദിന പരിപാടി നടന്നു. അപ്പോൾ 3 ദിവസത്തെ വഅദ് പരമ്പരയുണ്ട്, മതപ്രഭാഷണം. അപ്പോൾ അവിടെ ഒരു ദിവസം പ്രസംഗിക്കാൻ വേണ്ടി വന്നത് നമ്മുടെ കേരളത്തിൽ അറിയപ്പെട്ട ഒരു പ്രഭാഷകനാണ് അബൂ ഷമ്മാസ് ഉസ്താദ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ആ ഉസ്താദിൻ്റെ. നല്ല പ്രസംഗമാണ് അല്ലേ, ഒരുപാട് ഖുർആനൊക്കെ ഓതി ആയത്തുകളൊക്കെ ഓതിയിട്ട് നല്ല ശൈലിയിൽ പ്രസംഗിക്കുന്ന ഉസ്താദ്. എല്ലാ ഉസ്താദുമാർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും കൊടുക്കുമാറാവട്ടെ. അപ്പോൾ ഈ അബൂ ഷമ്മാസ് ഉസ്താദ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ ചെന്നു. അപ്പോൾ ആ വീട്ടിൽ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മൂപ്പരിങ്ങനെ ദുആ ചെയ്യുന്നതിന് മുമ്പ് ആ വീട്ടിലെ ഗൃഹനാഥൻ, ആ സഹോദരൻ വന്നിട്ട് ഒരു ചെറിയ കുട്ടി, ആ കുട്ടിക്ക് ഒരു 2-2.5 വയസ്സുണ്ടാകും. അപ്പോൾ ആ കുട്ടി ആൺകുട്ടിയാണ്. ആ കുട്ടിയെ കൊണ്ടുവന്ന് പറഞ്ഞു, ഉസ്താദ് ഇതെൻ്റെ മോനാണ്, ഓനിക്ക് സംസാരം ക്ലിയർ ആകുന്നില്ല, സംസാരിക്കുന്നുണ്ട്, അങ്ങോട്ട് വ്യക്തമാകുന്നില്ല, സ്ഫുടതയില്ല. അപ്പോൾ ഉസ്താദ് ഒന്ന് മന്ത്രിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് അവിടെ ഈ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മധുരം കൊടുക്കുമല്ലോ, അപ്പോൾ അവിടെ ഈത്തപ്പഴം ഇരിപ്പുണ്ട്. ഉസ്താദ് ആ ഈത്തപ്പഴത്തിൽ എന്തോ ഇങ്ങനെ ഓതി ഷ്ഫി എന്ന് പറഞ്ഞ് ഊതിയിട്ട് ആ കുട്ടിക്ക് കൊടുത്തു. ഓനത് കഴിച്ചു. പിന്നീട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുക, ഉസ്താദുമാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദ് ഇപ്പോൾ അവൻ നല്ല രൂപത്തിൽ സംസാരിക്കുന്നുണ്ട്. ആ ഒരു വിക്കും അതുപോലെ തന്നെ ഒരു സ്ഫുടത ഇല്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി ഇപ്പോൾ ക്ലിയർ ആയി സംസാരിക്കുന്നുണ്ട്. അബൂ ഷമ്മാസ് ഉസ്താദ് മന്ത്രിച്ചു എന്നാണ് ആ സഹോദരൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഉസ്താദിനോട് പിന്നീട് ഇങ്ങനെ ചോദിച്ചിരുന്നു, അപ്പോൾ ഉസ്താദ് എന്താണത്? അപ്പോൾ പറഞ്ഞു, വേറെ ഒന്നുമില്ല ബദരി, അത് അലം നശ്റഹ് സൂറത്ത്, അത് ഞാൻ ഓതി മന്ത്രിക്കാറുണ്ട് ഈ കുട്ടികൾക്ക് കണ്ണേറ് കിട്ടാതിരിക്കാനും അതുപോലെ തന്നെ ഈ സംസാരം ക്ലിയർ ആവാനൊക്കെ ആ സൂറത്ത് ബെസ്റ്റാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ സൂറത്തിനെ പറ്റിയാണ്. നമ്മളെല്ലാവരും മദ്രസയിൽ പഠിച്ചിട്ടുള്ള, മദ്രസയിൽ നമ്മൾ സൂറത്തുകൾ പഠിപ്പിക്കുന്നത് പല രൂപത്തിലാണ്. എല്ലാ മദ്രസയിലും ചെറിയ കുട്ടികളെയൊക്കെ മദ്രസയിൽ സൂറത്ത് പഠിപ്പിക്കുന്നത് വല്ലുഹ എന്ന് തുടങ്ങുന്ന സൂറത്ത് തൊട്ട് താഴേക്കാണ്. വല്ലുഹ സൂറത്ത്,
അലം നശ്റഹ് സൂറത്ത്, അത് കഴിഞ്ഞ് വത്തീനി സൂറത്ത്, പിന്നെ സൂറത്തുൽ ബയ്യിന, അത് കഴിഞ്ഞ് സൂറത്തുൽ ഖദർ തുടങ്ങി ആണ് നമ്മളെ മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ രണ്ടാമതായി നമ്മൾ പഠിക്കുന്നൊരു സൂറത്താണ് അലം നശ്റഹ് സൂറത്ത്. നമുക്കൊന്ന് ഓതിയാലോ? എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ്. എല്ലാവരും ഒന്ന് ചോദിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. അള്ളാഹുവേ, ഈ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നീ എല്ലാവിധ ഖൈറും തരണേ അല്ലാ, ബറക്കത്ത് തരണേ അല്ലാ, സലാമത്ത് തരണേ അല്ലാ, അള്ളാഹുവേ ഇസ്സത്ത് തരണേ അല്ലാ. ഈ സൂറത്ത് ഓതുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അതെല്ലാം ഞങ്ങൾക്ക് തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഒരു കാര്യം പറയാനുള്ളത്, കുറച്ച് ആളുകൾക്ക് ഒരു വസ്വാസുണ്ട്. അതായത് വേറൊന്നുമില്ല, ഉസ്താദെ ഇന്നലെ നിങ്ങൾ ഒരു ആയത്ത് അതിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞു, മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ നിങ്ങളൊരു സ്വലാത്ത് പറഞ്ഞു, അതിനു മുമ്പ് നിങ്ങൾ ഇതുപോലെ തന്നെ സൂറത്തിൻ്റെ മഹത്വം പറഞ്ഞു, അതിനു മുമ്പ് അള്ളാഹുവിൻ്റെ ഇസ്മ അത് പറഞ്ഞാൽ ഇത് കിട്ടും, ഇത് പറഞ്ഞാൽ അത് കിട്ടും എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ഒരു സൂറത്തുമായിട്ട് വന്നു. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഓരോ ദിവസം സൂറത്ത്, അതുപോലെ ആയത്ത്, പിന്നെ അതുപോലെ ദിക്ർ, ഇതൊക്കെ തന്നെയാണോ? ഞങ്ങളിത് ഏത് ചൊല്ലും? ഇത് ഞങ്ങൾ ചൊല്ലിയിട്ട് ഞങ്ങൾക്കൊരു ഗുണവും കിട്ടുന്നില്ല എന്ന് പറയുന്ന ചിലർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാം. ഞാനൊന്ന് സ്നേഹത്തോടെ പറയട്ടെ, ഇത് ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ ഡയറിയിൽ ഇന്ന് ഇത് പറയാം, അന്ന് അത് പറയാം, വെറുതെ തട്ടിയേക്കാം, വെറുതെ അവിടെ നിന്ന് ഇവിടെ നിന്നും കിട്ടിയത് ഞാൻ പറയുന്നതല്ല. ഇത് വ്യക്തമാക്കി ഹദീസുകളിലും തഫ്സീറുകളിലും വിശുദ്ധമായ ഖുർആനിലുമൊക്കെ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്ത് എൻ്റെ മുമ്പിലിരിക്കുന്ന പാവപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു മാത്രം. നിങ്ങൾക്കിത് കേൾക്കാം, കേൾക്കേണ്ടവർക്ക് കേൾക്കാം, കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കേൾക്കണ്ട. ഞാൻ അതിനു മുമ്പ് പറയട്ടെ, മിനിഞ്ഞാന്നല്ല അതിനു മുമ്പത്തെ വെള്ളിയാഴ്ച നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ മാന്നാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരൻ വിളിച്ചു. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞത്, അർഷദ് ബദ്രി അല്ലേ? അതെ, അർഷദ് ബദ്രിയാണ്. ഞാൻ ഒരുപാട് ഉസ്താദുമാരുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കാറുണ്ട്, ഞാൻ കൂടുതലായി നിങ്ങളുടെ ക്ലാസ് കേൾക്കാറുണ്ട്, പറയുന്നത് മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ ഒരു സഹോദരൻ പറഞ്ഞു. ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാവാം. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എന്നേക്കാൾ, ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലായി മനസ്സിലാകുന്ന മറ്റു ഉസ്താദുമാരുടെ പ്രസംഗങ്ങൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത്, അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ ഒരു ക്ലാസ് കൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് ഗുണമുണ്ടായാൽ അത് മതി. ഏതെങ്കിലും ഒരാൾക്ക് ദുനിയാവിലോ ആഖിറത്തിലോ അതുകൊണ്ട് ഗുണമുണ്ടെങ്കിൽ നമ്മുടെ ഈ പരിപാടി എല്ലാം അള്ളാഹു കബൂലാക്കും. ഇത് ആർക്കും ഗുണമില്ല, പറയുന്ന എനിക്കുമില്ല, കേൾക്കുന്ന നിങ്ങൾക്കാർക്കും ഒരു ഗുണവുമില്ല എങ്കിൽ പിന്നെ പോയില്ലേ. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും ഉപ്പമാരും പ്രത്യേകം ശ്രദ്ധിക്കുക. എവിടെന്നോ എന്തൊക്കെയോ പറയുന്നതല്ല, ഇത് വിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്തുകൾക്കും വ്യത്യസ്തമായ ഗുണങ്ങളാണ്. അള്ളാഹുവിൻ്റെ 99 ഇസ്മുകൾക്കും വ്യത്യസ്തമായ നേട്ടങ്ങളാണ്. ഒരുപാട് സ്വലാത്തുകളുണ്ട്, ദിക്റുകളുണ്ട്, തസ്ബീഹുകളുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ, നമ്മൾ ചൊല്ലിയാൽ നിരവധി നേട്ടങ്ങൾ നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്ന് മാത്രം. അൽഹംദുലില്ലാഹ്, അള്ളാഹു തആല ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലും കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്ത് ഷറഹിൻ്റെ ചില നേട്ടങ്ങൾ പഠിക്കാം. 94ാമത്തെ സൂറത്താണ് സൂറത്തു ഷറഹ്. ഈ സൂറത്തു ഷറഹ് 8 ആയത്തുകൾ മാത്രമുള്ളതാണ്. 8 ആയത്ത് മാത്രമേ ഉള്ളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഒരു സന്തോഷ വാർത്ത, നബിതങ്ങളോടുള്ള ചില നബിതങ്ങളോട് അള്ളാഹു താല പറയുന്ന ചില വർത്തമാനങ്ങൾ, സംസാരങ്ങൾ, അല്ലെ, മയമായിട്ട് നബിതങ്ങളോട് സ്നേഹത്തോടെ, എല്ലാം നബിതങ്ങളോട് അള്ളാഹു താല മയമായിട്ടേ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ സൂറത്തിൽ നബിയെ ആശ്വസിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് അള്ളാഹു താല പറയുന്നത്. ഒരു മനുഷ്യൻ നിത്യമായി ഓതിയാൽ, വമൻ ദവാമ അലാ ഖിറാഅത്തിഹ, ഈ സൂറത്ത് ഓതൽ നിത്യമാക്കി കഴിഞ്ഞാൽ, അഖീബ സ്വലവാത്തിഹൽ ഖംസ്, 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം, ദുഹർ, അസർ, മഗ്രിബ്, ഇശ, സുബഹി, ഈ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം ഒരു മനുഷ്യൻ ഇത് ഓതുന്നത് നിത്യമാക്കി കഴിഞ്ഞാൽ, അത് ഒരു പ്രാവശ്യമാവട്ടെ, ഇനി 3 ആവട്ടെ, 3ഒക്കെയാണ് നല്ലൊരു കണക്ക്, ഇനി ഒരു പ്രാവശ്യം ഓതിയാലും മതി. റസഖഹുല്ലാഹു മിൻ ഹൈതു ലാ യഹ്തസിബ് യസ്സറഹുല്ലാഹു അംറഹു, അതായത് അള്ളാഹു താല ഇവൻ ഉദ്ദേശിക്കാത്ത തരത്തിൽ ഇവനിക്ക് അള്ളാഹു ജീവിത വിഭവം നൽകും.
നമ്മൾ ഒരിക്കലും നടക്കൂല എന്നൊക്കെ വിചാരിച്ച കാര്യം പടച്ചോൻ നിസ്സാരമാക്കി നമുക്ക് തരും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ കരുതാത്ത പല കാര്യങ്ങളും അള്ളാഹു തആല നമുക്ക് വേഗത്തിൽ അടുപ്പിച്ചു തരും. അതുപോലെ തന്നെ നമ്മൾ മാറൂല എന്ന് കരുതിയിട്ടുള്ള രോഗം അള്ളാഹു വേഗത്തിൽ മാറ്റിത്തരും. നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ നമുക്ക് അള്ളാഹു ഭക്ഷണം തരും. നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ സമ്പത്ത് വരും. കടങ്ങൾ മാറാനുള്ള വഴികൾ അള്ളാഹു എളുപ്പമാക്കി തരും. തുടങ്ങി ഒരുപാട് നേട്ടങ്ങൾ. യസ്സറഹുല്ലാഹു അംറഹു, നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു തആല എല്ലാം ഖൈറിലാക്കി തരും. വഖാല ബഅദുഹും, ചില പണ്ഡിതന്മാർ പറയുന്നു, തിലാവതുഹാ തൈസീരി റിസ്ഖി വതശ്റഹു സുദൂർ വതദ്ഹബുൽ ഉസ്ർ. എന്താ നേട്ടം? വസ്ത്രം, വീട്, ഭക്ഷണം, പണം, എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പത്തിലാക്കി തരും. റിസ്ക് വിശാലമാക്കി തരും. ഒരു മനസ്സമാധാനം. ഇന്നില്ലാത്തത് മനസ്സമാധാനമാണ്, ടെൻഷനാണ്. ഇന്ന് പുരുഷന്മാർ കൂടുതലായി വേഗത്തിൽ നരക്കുകയാണ്. സ്ത്രീകളുടെ മുടികൾ കൊഴിഞ്ഞു പോവുകയാണ്. സ്ത്രീകളുടെ ശരീരത്തിൽ ഒരു 25 വയസ്സ് 25-35 വയസ്സിൻ്റെ ഇടയിൽ തന്നെ ചുക്കിച്ചുളിവുകൾ വരികയാണ്. കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് വരികയാണ്. എന്താ പ്രശ്നം? ഡിപ്രഷനാണ്. ജോലി തിരക്കാണ്. ജോലി തിരക്ക് കാരണം ടെൻഷൻ കൂടുകയാണ്. അതുകൊണ്ട് ഉറക്കം കിട്ടുന്നില്ല. അതുപോലെ ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നു. ഭയങ്കര ടെൻഷൻ. ഇതൊക്കെ മാറാനുള്ള വഴി അല്ലാഹു തആല തുറന്നു തരും. ഈ സൂറത്ത് നിത്യമാക്കിക്കോ. ശാരീരികമായ മാനസികമായ പ്രശ്നങ്ങൾ മാറും. തുടങ്ങി ഒരുപാട് നേട്ടങ്ങളാണ് ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്നത്. തഫ്സീറു സാവിയിൽ കാണാം, നമ്മുടെ സംസാരം, കലാം നന്നാവാൻ, ഹുസ്നുൽ കലാം, നല്ല സംസാരം ക്ലിയർ ആവാൻ, വിക്കല് മാറാൻ, മറവി മാറാൻ, ഓർമ്മശക്തി മാറാനൊക്കെ, അതുപോലെ തന്നെ കണ്ണേറ്, കടം, രോഗം, എല്ലാത്തിനും ഈ ഒരു സൂറത്ത് നമുക്ക് ഗുണമുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് ഈ സൂറത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ സംസം വെള്ളമാണ് ഏറ്റവും നല്ലത്. സംസം വെള്ളത്തിൽ പ്രത്യേകിച്ച് മന്ത്രിക്കേണ്ട കാര്യമൊന്നുമില്ല. പഞ്ചസാരയിൽ തേനൊഴിക്കുന്നത് പോലെയാണ് സംസം വെള്ളത്തിൽ മന്ത്രിച്ചാൽ. സംസം വെള്ളം കൊടുത്താൽ തന്നെ എല്ലാ ഖൈറാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ഈ സൂറത്ത് ഷറഹ് ഒരു 3 പ്രാവശ്യം നമ്മൾ ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് ആ വെള്ളം നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താൽ ഓർമ്മശക്തി, ബ്രെയിൻ അത് വികസിക്കും. ഓർമ്മശക്തി ഉണ്ടാകും. പ്രത്യേകിച്ച് ഓണപരീക്ഷയ്ക്ക് വരികയല്ലേ, പരീക്ഷയ്ക്ക് എളുപ്പമാവാനോ പഠിച്ചതൊക്കെ മറക്കാതെ എഴുതാൻ ഈ അലം നശ്റഹ് സൂറത്ത് നമ്മൾ മാതാപിതാക്കൾ ഓതി അവർക്ക് മന്ത്രിച്ച് വെള്ളം കൊടുക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ മക്കളോട് പറയാനുള്ളത്, വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ നമസ്കാരത്തിന് ശേഷവും നമ്മുടെ കൈയെടുത്ത് ഈ നെഞ്ചിൽ വെച്ച് നമ്മളൊക്കെ ദറസിൽ പഠിക്കുന്ന സമയത്ത് ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വേഗത്തിൽ ഓർമ്മ നിൽക്കാൻ വേണ്ടി ഉസ്താദുമാരെ ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ഉസ്താദുമാർ പറയണമെങ്കിൽ അത് വെറുതെ പറയൂലല്ലോ. അവർക്ക് അവരുടെ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, ആ ഉസ്താദുമാർക്ക് അവരുടെ ഉസ്താദ് പറഞ്ഞു കൊടുത്തു. അങ്ങനെ തലമുറയായി കൈവന്ന ഒരു കാര്യമാണ്. നമ്മുടെ വലത് കൈയെടുത്ത് നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗം, ഹൃദയത്തിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്ത് നമ്മൾ ഓതുക. ഒരൊറ്റ പ്രാവശ്യം ഓതിയാൽ മതി, മുടങ്ങാതെ. എല്ലാ 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം ഓതിയാൽ നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മശക്തി നിൽക്കും. നമ്മൾ അത് മാതാപിതാക്കൾ ഓദിക്കോ. എന്തൊരു നീയത്തിൽ? മക്കൾ നന്നാവണം, ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി നിൽക്കണം. അതുപോലെ കഞ്ചാവ് ഉപയോഗിക്കുന്നു, മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നു, പഠിച്ചത് ഓർമ്മ നിൽക്കുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പേര് പരാതി പറയാറുണ്ട്. അങ്ങനെ നമ്മൾക്കും നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ, നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഈ അലം നശ്റഹ് സൂറത്ത് അച്ചട്ടാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറന്നു പോവണ്ട. മാത്രമല്ല ഇനിയുമുണ്ട് അലം നശ്റഹ് സൂറത്തിന്റെ നേട്ടങ്ങൾ. കേട്ടോളി. ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാനും നമ്മുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ വീട് പണി മുടങ്ങിക്കിടക്കുകയാവും, അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകാനുള്ള വിസയും കാര്യങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുന്നുണ്ടാകും, മക്കളുടെ കല്യാണ ആലോചനയൊക്കെ ഒന്ന് അങ്ങനെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ മാറി സലാമത്താവാൻ അലം നശ്റഹ് സൂറത്ത് രാവിലെയും വൈകിട്ടും ഓതൽ നിത്യമാക്കിക്കോളി. ഇൻഷാ അല്ലാഹ് അത് നടക്കും. പിന്നെ പ്രത്യേകം ഒരു കാര്യം നമുക്ക് നടക്കണം. നമുക്ക് ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തോ ഒരു തടസ്സം അവിടെ കിടക്കുന്നുണ്ട്. ആ തടസ്സമൊക്കെ മാറി റാഹത്തിലാവാൻ വേണ്ടി വുദു എടുക്കുക. നല്ല രൂപത്തിൽ വുദു എടുക്കുക. 2 റക്അത്ത് നമസ്കരിക്കുക. 2 റക്അത്ത് വെറുതെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, 2 റക്അത്ത് വെറുതെ ഒരു സുന്നത്ത്. ഇപ്പോൾ നമ്മുടെ പള്ളിയിലേക്ക് കയറുകയാണെങ്കിൽ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാറുണ്ട്. അല്ലെങ്കിൽ വെറുതെ ഹാജത്ത് നിസ്കാരമോ അല്ലെങ്കിൽ ഇസ്തിഖാറ, ഏത് നിയ്യത്ത് വെച്ച് നമുക്ക് നിസ്കരിക്കാം. അങ്ങനെ 2 റക്അത്ത് നമ്മൾ നിസ്കരിക്കുക. നിസ്കരിച്ചതിന് ശേഷം ഖിബിലക്ക് മുന്നിട്ടിട്ട്, അല്ലാഹുവേ, എൻ്റെ മുന്നിലുള്ള ഈ ആവശ്യം, എൻ്റെ കല്യാണം, എൻ്റെ വീട് പണി, അതുപോലെ തന്നെ എൻ്റെ രോഗം മാറാൻ, അല്ലെങ്കിൽ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പുതിയൊരു വാഹനം എടുക്കണം, ആ കാര്യം സലാമത്താവാൻ, അങ്ങനെ എന്താണോ നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം, ആ ഉദ്ദേശം നടക്കണം എന്ന മനസ്സിൽ കരുതിയിട്ട് സൂറത്തു ഷറഹിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം, അലം നശ്റഹ് സൂറത്ത് 8 ആയത്താണ്. ഈ 8 ആയത്തുകളിലും നമ്മൾ എണ്ണി നോക്കിയാൽ ഇതിൽ 125 അക്ഷരങ്ങളുണ്ട്.
125 ആലിഫ്, ലാമ്, മീമ്, നൂന് അങ്ങനെ എണ്ണി തുടങ്ങിയാൽ 125 അക്ഷരങ്ങളുണ്ട്. 125 അക്ഷരങ്ങളുള്ള ഈ സൂറത്ത് 125 പ്രാവശ്യം നമ്മൾ ഓതുക. 125 പ്രാവശ്യം ഓതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിലേക്ക് ദുആരക്കുക. എങ്കിൽ നമുക്ക് ആ കാര്യം സാധിച്ചു കിട്ടുമെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നു. തഫ്സീറിൽ ഇത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യം നടക്കാനുണ്ടെങ്കിൽ നല്ല സമയമാണ്, പ്രത്യേകിച്ച് രാത്രിയൊക്കെ നിസ്കരിക്കാൻ പറ്റും അല്ലെ? നല്ല റാഹത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് 125 പ്രാവശ്യം. വളരെ എളുപ്പമാണ് ഇത് ഓതാൻ, വളരെ എളുപ്പമാണ്. ഒരു പ്രാവശ്യം ഓതാൻ ഒരു 30 സെക്കൻഡ് പോലും വേണ്ട. 30 സെക്കൻഡ് പോലും വേണ്ടാത്ത ഈ സൂറത്ത് നമ്മൾ 125 പ്രാവശ്യം ആവർത്തിച്ച് ഓതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നല്ലവണ്ണം ദ്വാരക്കുക. അള്ളാഹു അത് ഖൈറാണെങ്കിൽ നമുക്ക് അടുപ്പിച്ചു തരും. ഇനിയോ വീണ്ടും പണ്ഡിതന്മാർ പറയുന്നു, ഉലമാക്കൾ പറയുന്നു, കുട്ടികളുടെ മറവിമാറാനും സൂറത്തു ശറഹ് പിന്നാണത്തിൽ എഴുതി ആ എഴുതിയതിലേക്ക് ഈ സൂറത്തു ശറഹ് 11 പ്രാവശ്യം മന്ത്രിച്ച് ഊതി മഴവെള്ളം കൊണ്ട് മായിച്ച് വെറും വയറ്റിൽ കുട്ടിക്ക് കൊടുത്താൽ 1 മാസമോ 1 ആഴ്ചയോ ഇപ്രകാരം ചെയ്താൽ കുട്ടിയുടെ മറവിയൊക്കെ മാറി എല്ലാം റാഹത്തിലാകും. നല്ല ബുദ്ധിശക്തിയുള്ള, ഓർമ്മശക്തിയുള്ള സ്വാലിഹായ സന്താനമായി മാറുമെന്ന് നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്ത് ശറഹിൻ്റെ ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. അല്ലാഹു തആല ഈ സൂറത്ത് നിത്യമാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. ഇത് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഓതേണ്ടത് പറഞ്ഞിട്ടുണ്ട്. ഈ സൂറത്ത് ഓതിയിട്ട് ഒരു കുട്ടിക്ക് ഉണ്ടായ അത്ഭുതകരമായ മാറ്റം ഉൾപ്പെടെ ഞാനിവിടെ എൻ്റെ ഒരു അനുഭവം, എനിക്കുണ്ടായ ഒരു അനുഭവം വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഈ സൂറത്ത് അച്ചട്ടാണ്, ഈ സൂറത്ത് ഉറപ്പാണ്. അതുകൊണ്ട് ഇത് മുറുകെ പിടിക്കാൻ നമ്മൾ തയ്യാറാവുക. നമ്മളിതൊക്കെ മദ്രസയിൽ പഠിച്ച് മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആവർത്തിച്ചത് പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളെ കൊണ്ട് ഓദിക്കുക. അൽഹംദുലില്ലാ, അള്ളാഹ് ഇത് കാണാതെ തന്നെ ഓതണമെന്നില്ല, കണ്ടോതാം. മക്കളൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ഈ സൂറത്ത് ശറഹ് മൊബൈൽ നോക്കിയോ അല്ലെങ്കിൽ ഖുർആൻ നോക്കിയോ ഒരു 1, 2, 3 പ്രാവശ്യമൊക്കെ ഓതി നെഞ്ചത്തേക്ക് ഊതിയിട്ട് നമ്മൾ പഠിക്കാനിരിക്കുക. ഇൻഷാ അല്ലാഹ് റാഹത്താവും. അല്ലാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, ഒരുപാട് പേര് നമ്മുടെ വീഡിയോകളൊക്കെ കാണുന്നുണ്ട്, ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരുമാറാവട്ടെ. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം കമൻ്റായി എന്തെല്ലാം വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ടോ എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ സങ്കടങ്ങൾ അല്ലാഹു തആല മാറ്റിക്കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു തആല ശിഫാ നൽകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.